ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്നു നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപങ്ങളും. ശ്ലോകം 5. രമ്യേ ഹ്യുതീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. രമ്യേഹി ഉദീജി ചേർത്തിട്ട് രമ്യേഹ്യുദീജി ഖലു ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രമ്യക നാംനി വർഷേ രമ്യക നാംനി വർഷേ നീട്ടിയിട്ട് തദ്വർഷനാഥ മനുവർയ സപര്യമാണം ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. തദ്വർഷ തത് വർഷ തത് വർഷനാഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മനുവർയ സപര്യമാണം ഭക്തൈകവത്സല ഭക്തൈകവത്സല ഇൽ എന്നുള്ള സ്ഥലത്തൊക്കെ ഇത്ത് എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഭക്തൈക ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം ചേർത്തിട്ട് ഭക്തൈകവത്സലം അമത്സര ഹൃത്സുഭാന്തം. വത്സല എന്നുള്ളത് ത് സ എന്നാണ്. വത്സലം അമത്സര ത് സ എന്നാണ് അവിടെയും സ. അമത്സര ഹൃത്സു ത് സു ഹൃത്സു. ഭക്തൈകവത്സലമമത്സര ഹൃത്സുഭാന്തം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മത്സ്യാകൃതിം മത്സ്യ ത് സ്യ എന്നാണ്. മത്സ്യാകൃതിം ഭുവനനാഥ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാഥ എന്നുള്ളതിൻ്റെ ഥാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭജേ ഭവന്തം ഭജേ ഭവന്തം ഭജേ എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവന്തം എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. രമ്യേഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാഥമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. അടുത്തത് 6ാമത്തെ ശ്ലോകം. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. വർഷം ഹിരണ്മയസമാഹ്വയം ഔത്തരാഹം ചേർത്തിട്ട് ഹിരണ്മയസമാഹ്വയമൗത്തരാഹം ഹ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ആസീനം അദ്രിധൃതി കർമ്മഠകാമഠാംഗം ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ധൃതി എന്നുള്ളതിൻ്റെ ധൃ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. കർമ്മഠകാമഠാംഗം ഠ എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സംസേവതേ പിതൃഗണപ്രവര അര്യമ അയം ചേർത്തിട്ട് പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ ഭ എന്ന് 2 സ്ഥലത്തും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പരചിന്മയാത്മൻ ത് മ എന്നാണ് മാന്ന്. പരചിന്മയാത്മൻ അങ്ങനെ നിർത്താം. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം
തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.